നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇസ്ലാമിക ഭീകരത എന്ന പേരുദോഷം മറച്ച് പ്രാദേശിക പിന്തുണയും ജനങ്ങളുടെ പിന്തുണയും കിട്ടുവാനായി ഇപ്പോൾ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകൾ ഇവരുടെ നിഴൽ തീവ്രവാദ സംഘടനകളെ കൂണുപോലെ വളർത്തിക്കൊണ്ടുവരുന്നു എന്ന സംശയം ബലപ്പെടുന്നു. 10 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട ദോഡയിലും കത്തുവയിലും നടന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ജെയ്ഷെ മുഹമ്മദിന്റെ നിഴൽ ഗ്രൂപ്പായ കാശ്മീർ ടൈഗേഴ്സ് ഏറ്റെടുത്തു. ഈ ഷാഡോ ഗ്രൂപ്പുകളെ ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള തന്ത്രമാണ് ജെയ്ഷെ മുഹമ്മദ് ഉപയോഗിക്കുന്നതെന്ന് പോലീസ് വൃത്തങ്ങൾ പറയുന്നു. ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനും തെറ്റിദ്ധരിപ്പിക്കുന്ന അന്വേഷണവുമാണ് ഈ നിഴൽ തന്ത്രത്തിന്റെ പ്രധാന കാരണം. കാശ്മീർ ടൈഗേഴ്സ് എന്ന പേര് ഉപയോഗിക്കുന്നതിലൂടെ പ്രാദേശിക തീവ്രവാദികളാണ് ഈ ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം 2019 മുതലാണ് കാശ്മീർ ടൈഗേഴ്സ് എന്ന പേര് ആദ്യമായി ഉയർന്നു വരുന്നത്. 2021 ഡിസംബറിൽ ശ്രീനഗറിന്റെ പ്രാന്തപ്രദേശത്ത് പോലീസിനെതിരെ പതിയിരുന്ന ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദിത്തം സംഘടന ഏറ്റെടുത്തു. ഇത് 3 ഉദ്യോഗസ്ഥരുടെ മരണത്തിന് കാരണമായി. 2021 ഭീകരാക്രമണത്തിൽ ശ്രീനഗറിന്റെ പ്രാന്തപ്രദേശത്തുള്ള സെവാനിലെ ജമ്മു കാശ്മീർ പോലീസിന്റെ സായുധ വിഭാഗത്തിലെ 9ാം ബറ്റാലിയനിൽ നിന്നുള്ള പോലീസ് ബസിനു നേരെ ഭീകരർ വിവേചനരഹിതമായി വെടിയുയർത്തു. ഈ ആക്രമണത്തിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേൽക്കുകയും 3 പേർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. അതിനുശേഷം കേന്ദ്രപ്രദേശത്ത് നടന്ന 1ലധികം ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇതേ സംഘം ഏറ്റെടുത്തിട്ടുണ്ട്. സുരക്ഷാ ഏജൻസികളെ കബളിപ്പിക്കാൻ ജെയ്ഷെയും ലഷ്കറും ചേർന്ന് നന്നായി ആലോചിച്ച പദ്ധതിയാണ് പേര് വെളിപ്പെടുത്താതെ ജമ്മു കാശ്മീർ പോലീസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. ഇതാദ്യമായല്ല തീവ്രവാദ സംഘടനകൾ നിഴൽ പേരുകൾ ഉപയോഗിക്കുന്നത്. ഈ തന്ത്രം മുമ്പ് ഉപയോഗിച്ചിരുന്നു. റെസിഡൻസ് ഫ്രണ്ട്, കാശ്മീർ ഫ്രീഡം ഫൈറ്റേഴ്സ്, പീപ്പിൾ ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട് തുടങ്ങിയ പേരുകൾ ഉപയോഗിച്ച്. എന്നാൽ ഈ ഗെയിം പ്ലാനിനെ പറ്റി സേനയ്ക്ക് അറിയാം, ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കത്വ ജില്ലയിലെ വിദൂര പ്രദേശമായ മച്ചേദി പ്രദേശത്ത് ജൂലൈ 9 കാശ്മീർ കടുവകൾ നടത്തിയ ആക്രമണത്തോടെ ഈ ആക്രമണം തുടർന്നുകൊണ്ടിരുന്നു. കത്വ പട്ടണത്തിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അകലെ ലോഹായി മൽഹാറിലെ ബദ്നോട്ട ഗ്രാമത്തിന് സമീപം തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 3:30ഓടെയാണ് ഭീകരർ സൈനിക ട്രക്കിനെ ലക്ഷ്യമിട്ടത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 5 ഉദ്യോഗസ്ഥരിൽ ഒരു ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ ഉൾപ്പെടുന്നു. മറ്റ് 5 സൈനികർക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേന്ദ്രഭരണ പ്രദേശത്ത് നടന്ന 1ലധികം ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇതേ സംഘടന ഏറ്റെടുത്തിട്ടുണ്ട്. ഭീകരാക്രമണത്തിന് തദ്ദേശീയമായൊരു സ്പർശം നൽകാനുള്ള ശ്രമമാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.